എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിലേക്ക് വിലക്കയറ്റം ഉണ്ടാവുകയാണ്. ഇന്ധനവില ഉണ്ടായിരിക്കുന്നു, മറ്റു പല മേഖലകളിലും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് ഇതിനകം തന്നെയും. ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ആദി കേശവനും ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫുമാണ് നമുക്കിപ്പം അതിഥികളായിട്ടുള്ളത്. ആദ്യം ശ്രീ ആദി കേശവനിലേക്കാണ്. സർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം എന്ന് പറയാം നമ്മൾ പ്രതീക്ഷിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ എന്നോണം തന്നെ ഇതിനെപ്പറ്റി ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ സംസാരിച്ചു തുടങ്ങി എന്നായിരിക്കും വിലക്കയറ്റം ഉണ്ടാവുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇവിടെ എണ്ണ കമ്പനികൾക്ക് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗവും ഇല്ലാതെ വില കൂട്ടി എന്നുള്ളത് കരുതേണ്ടതുണ്ടോ, അതോ നിവൃത്തികേട് എന്നുള്ളതാണോ കരുതേണ്ടത്, അതോ ഇനിയിപ്പോൾ എണ്ണ കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നോ? അക്ഷയ നേരത്തെ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. അതേപോലെ തന്നെ ഉപഭോക്താക്കളുടെ സാധാരണ ജനങ്ങളുടെ റിയാക്ഷൻ നിങ്ങൾ കാണിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും വിലക്കയറ്റം അത് പെട്രോളിൻ്റെ ആയാലും ഡീസലിൻ്റെ ആയാലും മറ്റേത് അവശ്യ വസ്തുക്കളുടെ ആയാലും സാധാരണക്കാരെയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും തീർച്ചയായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കും. അതൊരിക്കലും അഭികാമ്യമല്ല. കഴിയതും അത് ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിന്ന് നേരിടുന്ന സാഹചര്യം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിലവർധന ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എണ്ണ ഉൽപ്പാദനത്തിൻ്റെ ഈറ്റില്ലമായ UAE, ദുബായിലടക്കം മറ്റ് പല രാജ്യങ്ങളിലും ഇതിനകം തന്നെ എണ്ണയുടെ വില ഇപ്പോൾ നമ്മൾ ഇന്ത്യ വർദ്ധിപ്പിച്ചതിനേക്കാൾ ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വളരെ ഉദാഹരണമായിട്ട് വളരെ പ്രസക്തമായ കാര്യം, ന്യൂയോർക്ക് പോലത്തെ സ്ഥലങ്ങളിൽ പെട്രോളിൻ്റെ വില, ഗാസോലീൻ എന്നവർ പറയുന്ന പെട്രോളിൻ്റെ വില ഡബിളായിട്ടുണ്ട്. അതായത് ഒരു ഗാലണിന് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ന്യൂയോർക്കിലെ പമ്പിൽ പോയി എടുക്കുന്ന സാധാരണക്കാർ, ഇവിടുത്തെ സാധാരണക്കാരെ പോലെ തന്നെ അവിടെ 2 വീലേഴ്സ് അല്ലെങ്കിൽ 4 വീലേഴ്സിനൊക്കെ പമ്പിൽ ചെന്ന് അടിക്കുന്ന ആൾക്കാർ കൊടുത്തിരുന്നത് ഒരു ഗാലന് $2.5 ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് $5. അതായത് നേരെ ഇരട്ടിയായി US പെട്രോൾ പ്രൈസസ് കൂടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. മറ്റ് പല രാജ്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ UAE, ദുബായിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ, അവിടെയും ഈ വില കയറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ആദ്യം ചെയ്തത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി, എനിക്ക് തോന്നുന്നത് അക്ഷയ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഓർക്കും, 1.5 മാസം മുമ്പ് എങ്ങാണ്ടാണ് 10 രൂപ ഈ ഡ്യൂട്ടിയിൽ ഇളവ് നൽകി. അതായത് കേന്ദ്ര ഗവൺമെൻറ് വരുമാനത്തിന് വരേണ്ടിയിരുന്ന ആ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന സാധനം 10 രൂപ കുറച്ചു പെട്രോളിനും ഡീസലിനും. അതിൻ്റെ ഒരു ഗുണം ചിലപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, എണ്ണ വിതരണം ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ് പൊതുമേഖലാ കമ്പനികളാണ് ഏറ്റവും വലിയ കമ്പനികൾ ഇന്ത്യയിൽ. IOC, BPCL അല്ലെങ്കിൽ SPCL ഇവരുടെ പമ്പുകളാണല്ലോ ഇപ്പോൾ തിരുവനന്തപുരത്തും കേരളത്തിലും അടക്കം ഭീമമായ, അതായത് ഒരു ഭൂരിപക്ഷം പമ്പുകളും ഇവരുടെ പമ്പുകളാണ്. അപ്പോൾ ആ ഒരു 10 രൂപ വില കുറച്ചപ്പോൾ ഇവർക്കൊരു സമാശ്വാസം കിട്ടി. പക്ഷേ എണ്ണവില എല്ലാവർക്കും അറിയാവുന്നതുപോലെ $65-70 ഉണ്ടായിരുന്ന ബാരലിന് $65-70 ഉണ്ടായിരുന്ന എണ്ണയുടെ വില, ക്രൂഡ് ഓയിൽ ഇന്നിപ്പോൾ 100-105, അതായത് ഏകദേശം 30% വർധനവ് അന്താരാഷ്ട്ര എണ്ണ വിലയുടെ കാര്യത്തിൽ വന്നു. ഗൾഫ് വെസ്റ്റ് ഏഷ്യ യുദ്ധം കാരണം. എന്നിട്ടും ഇപ്പോൾ വരുത്തിയിരിക്കുന്ന 3 രൂപ എനിക്ക് തോന്നുന്നത് വേറെ പോംവഴിയില്ലാതെ സർക്കാരിൻ്റെ കയ്യിൽ നികുതി വരുമാനം കുറച്ചുകൊണ്ട് 10 രൂപ എക്സൈസ് ഡ്യൂട്ടി ഇളവ് കൊടുത്തു. അതിനുശേഷവും പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ യുദ്ധം ഫോർമലായിട്ട് ഔപചാരികമായി യുദ്ധം അവസാനിച്ചിട്ടില്ല. സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. നേരത്തെയുള്ള രൂക്ഷത യുദ്ധത്തിനില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇനിയും ഇപ്പോൾ ഒരു പീസ് അഗ്രിമെൻറ്റ്, സമാധാന ഒത്തുതീർപ്പ് വന്നാൽ പോലും എല്ലാവരും പറയുന്നത് പോലെ നമുക്കറിയാം ഒരു 3 മാസം 4 മാസം എടുക്കാതെ ബാക്ക് ടു നോർമൽ ഈ എണ്ണയുടെ ഉൽപ്പാദനം, എണ്ണയുടെ വിപണനം, എണ്ണയുടെ ട്രാൻസ്പോർട്ട് ഇതൊക്കെ ബാക്ക് ടു നോർമൽ തിരിച്ചും പൂർവ്വസ്ഥിതിയിലേക്ക് വരാനായിട്ട് 3-4 മാസമെങ്കിലും എടുക്കും. അപ്പോൾ സർക്കാർ ഈ ക്രൂഡ് ഓയിലിന്റെ വിലയെ പറ്റി, അതിന്റെ വില ഇത്തരത്തിൽ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ധന വില ഉയർത്തേണ്ടി വരില്ലേ, സർക്കാരിന് അതിലെ പോംവഴിയുള്ളൂ എന്ന്. പക്ഷേ ഇതുപോലെ തന്നെ മുൻപ് ഉയർന്ന പെട്രോൾ ഡീസൽ വില ഉണ്ടായിരുന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് അല്ലേ, 3-4-5 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഇതേപോലെ തന്നെ
ക്രൂഡ് ഓയിൽ വില അത് കുത്തനെ ഇടിഞ്ഞ സമയത്തും ഇവിടെ പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തിയിരുന്നില്ല. അക്ഷയ ശരിയാണ്, ഉൾക്കൊള്ളുന്നു. അപ്പോൾ അവിടെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ അക്ഷയ പറഞ്ഞ കാര്യം, അതായത് എണ്ണയുടെ അന്താരാഷ്ട്ര വില കുറഞ്ഞപ്പോൾ പമ്പ് പ്രൈസസ് ഇവിടെ അതിന് ആനുപാതികമായി കുറച്ചിട്ടില്ല എന്നുള്ള കാര്യം ശരി തന്നെയാണ്. ആ സമയത്ത് കുറയ്ക്കണമായിരുന്നു. അത് ചെയ്യാത്തത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ആ സമ്മർദ്ദം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അവരുടെ ചിലവിനെ ഉപഭോക്തൃത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു. അതെന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3 രൂപ വിലവർദ്ധനയുടെ കാര്യം മാത്രം സംസാരിക്കുകയാണെങ്കിൽ, കാരണം അത് കഴിഞ്ഞു പോയി, അതായത് എനിക്ക് തോന്നുന്നത് അത് ഈവൻ 2021 മുമ്പൊക്കെ വന്ന പ്രതിഭാസമായിരുന്നു. 2018-19 കാലഘട്ടത്തിലൊക്കെ എണ്ണയുടെ വില കോവിഡിൻ്റെ കാലഘട്ടം, കറക്റ്റ്, ഡിമാൻഡ് ഏറ്റവും കുറഞ്ഞപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ എണ്ണയുടെ വില കുറഞ്ഞു. പക്ഷേ അക്ഷയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ മാന്ദ്യതയെ മറികടക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ചെലവ് കണ്ടമാനം കൂട്ടേണ്ടി വന്നു. ഉദാഹരണമായി ധനക്കമ്മി 9 ലക്ഷം കോടിയായിരുന്നത് 2020 2021 നമ്മുടെ ധനക്കമ്മി 9 ലക്ഷത്തിൽ നിന്നും 18 ലക്ഷമായി. കാരണം ഏകദേശം 9 ലക്ഷം രൂപയോളം അധിക ചെലവ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒക്കെ നടത്തേണ്ടി വന്നു. കാരണം കോവിഡിൻ്റെ മാന്ദ്യത്തെ കടക്കാൻ വേണ്ടി. അപ്പോൾ അതൊരു കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കുറഞ്ഞിട്ടും അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ബെനിഫിറ്റ് മെച്ചം ജനങ്ങൾക്ക് കൊടുത്തില്ല. പക്ഷെ അന്ന് മൊത്തത്തിൽ സർക്കാരിൻ്റെ ചെലവ് കൂട്ടി വേറെ പല പ്രതിരോധ നടപടികളും മാന്ദ്യത്തെ മറികടക്കാൻ വേണ്ടി നടത്തുകയുണ്ടായി. അതൊരു കാരണമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ 3 രൂപ വിലവർദ്ധനവ് ഏറ്റവും മിനിമം ഇനി ആ 3 രൂപയിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ശരിക്കും അന്താരാഷ്ട്ര വില നിലവാരവുമായിട്ട് ഒത്തുനോക്കിയാൽ 12-15 രൂപ അല്ലെങ്കിൽ അതിലും കൂടുതൽ കൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 3 രൂപ നിവൃത്തിയില്ലാതെ വന്നിട്ടുള്ള വർധനയാണ്. ജനങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനാകുമെന്നുള്ളത് അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജോർജ് ജോസഫിലേക്കാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ധനക്കമ്മിയിൽ ഉണ്ടാകുന്ന വർധന, ഒപ്പം തന്നെ രൂപയുടെ പ്രകടനത്തിന്, ഇന്ത്യൻ രൂപ ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിലുണ്ടാകുന്ന ഇടിവ്, ഒപ്പം തന്നെ പലതരത്തിലുണ്ടാകുന്ന വിലക്കയറ്റങ്ങളൊക്കെയും മുറുക്കിയെടുത്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇനിയും വില വർദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഡൽഹിയിലൊക്കെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിയുകയും ചെയ്തു. പ്രധാനമന്ത്രി നേരത്തെ കുറേ നിർദ്ദേശങ്ങൾ വെച്ചു, അത് എല്ലാവരും കൃത്യമായി പാലിക്കണമെന്ന്, ഇത് ഒരു നിയന്ത്രണം എന്നുള്ള തരത്തിലല്ല നിർദ്ദേശം എന്നാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും ഡൽഹി നടപ്പിലാക്കി തുടങ്ങുന്നു. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എപ്പോഴെന്നതിൽ നമുക്ക് ഉത്തരമില്ല. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ, അതായത് യുദ്ധം പറയും പോലെ പൂർണ്ണമായിട്ട് അവസാനിച്ചില്ല, അതങ്ങനെ തുടരുക തന്നെ ചെയ്യുന്നു. അത് അത്രമാത്രം കലുഷിതമല്ലെങ്കിലും തുടരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ? അക്ഷയ, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, അക്ഷയ ഈ ബുള്ളറ്റിൻ്റെ ഇൻട്രോയിൽ തന്നെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വല്ലാത്ത രീതിയിലുള്ളൊരു വിലക്കയറ്റത്തിൻ്റെ തോത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നേരത്തെ പറഞ്ഞതുപോലെ 3% മുകളിലായിരുന്നത് 8% മുകളിലേക്ക് കഴിഞ്ഞ മാസത്തെ കണക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഓരോ വിലക്കയറ്റവും, പ്രത്യേകിച്ച് ഊർജ്ജ സ്രോതസ്സുകളുടെ ഇന്ധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് മറ്റെല്ലാ വിലക്കയറ്റത്തെയും എനർജൈസ് ചെയ്യണം, അല്ലെങ്കിൽ തീ പിടിപ്പിക്കുന്നതാണ്. ഊർജ്ജത്തിൻ്റെ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിലക്കയറ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത് മറ്റെല്ലാ മേഖലകളിലെയും വിലക്കയറ്റമായിട്ട് പരിണമിക്കും എന്നുള്ളത് എല്ലാവർക്കും, ഏത് കോമൺ സെൻസുള്ള ലോജിക്കോടുകൂടി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അക്കാര്യം നമ്മളിവിടെ ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുത്തപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് എന്താ ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് കൊണ്ടുവരുന്നത്. വിലക്കയറ്റമല്ലാതെ ഇതിനു മുമ്പ് ഒരു പ്രതിവിധി ഇല്ല എന്നുള്ളൊരു ന്യായീകരണം ഏതൊക്കെയോ ചില കോണുകളിൽ നിന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ മുമ്പിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് വേറൊരു കാര്യം എന്താ, 5 രൂപ വർധന വരുമെന്ന് പ്രതീക്ഷിച്ചു, 3 രൂപയല്ലേ ആയുള്ളൂ എന്നുള്ള സമാശ്വാസത്തിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു നെറേറ്റീവ് കൂടി വരുന്നുണ്ട്. ഇവിടെ ഈ വിലക്കയറ്റം, ഈ പെട്രോൾ ഡീസലിൻ്റെയും വിലക്കയറ്റം എന്ന് പറയുന്നത് ഈ 3 രൂപയിൽ ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല. മാത്രവുമല്ല, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലക്കയറ്റത്തിൽ 995 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു.
ഞാൻ പറഞ്ഞ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പ്ലനേഷൻ, ഈ നെറേറ്റീവ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അതിവിടുത്തെ ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരെ ഏറ്റുപിടിച്ച് ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അക്ഷയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ മൊത്തം പ്രതീക്ഷിക്കുന്ന വരുമാനം, നികുതി ഉൾപ്പെടെയും അല്ലാതെയുള്ള വരുമാനം എന്ന് പറയുന്നത് 27 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കണക്ക്, മാർച്ച് മാസത്തെ അവസാനത്തെ കണക്കുകൾ വന്നിട്ടില്ല, അതിന് മുമ്പുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മിക്കവാറും ഒരു 30 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. കഴിഞ്ഞ മാസത്തെ GST കണക്കുകൾ വന്നിരുന്നു. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു റവന്യൂ ജനറേഷനാണ് GSTയിൽ നിന്നുണ്ടായത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സുകളടക്കമുള്ള കാര്യങ്ങൾ റോബസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 27 ലക്ഷം കോടി രൂപ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് 30 ലക്ഷം കോടി രൂപയിലേക്ക് കടക്കുക എന്നുള്ളൊരു അനുമാനമാണ് ഇപ്പോൾ. എന്തായാലും 27 ലക്ഷം കോടി രൂപ ഉറപ്പായിട്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ റോബസ്റ്റ് വരുമാന ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് ടാക്സ് റിഡക്ഷനിലൂടെ ജനങ്ങളിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാത്തത്? അത് പാസ് ഓൺ ചെയ്യണം. അതിനാകെ പറയുന്നത് വിലക്കയറ്റം. അവിടെ പെട്രോളിൻ്റെ ക്രൂഡിൻ്റെ വില കൂടി, വേറെ വിലക്കയറ്റം അല്ലാതെ മാർഗമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് സാമ്പത്തിക വൈദഗ്ധ്യമാണുള്ളത്? അതുമാത്രമാണെങ്കിൽ ഏത് പൊട്ടനും ചെയ്യാവുന്ന കാര്യമല്ലേ? ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ അത്? ഒരു സാധനത്തിൻ്റെ വില അവിടെ നിന്ന് കൂടി, അപ്പോൾ ഇവിടെ കൂട്ടുക. അങ്ങനെയാണോ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? പൊതുവിപണിയിൽ വിലക്കയറ്റമില്ലാതെ പണപ്പെരുപ്പ് ഉയരാൻ. ഇപ്പോൾ അതിന്റെ ആനുപാതികമായിട്ട് ഇപ്പോൾ വരാൻ തെരഞ്ഞെടുപ്പിന്റെ കാലമായിരുന്നു കടന്നുപോയത്. വിവിധ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം, യുദ്ധം അതിന്റെ കൊടുമ്പിരിയിൽ, അതിന്റെ മൂർധന്യാവസ്ഥയിലായിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മുൻപുണ്ടായിരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വില കുറയ്ക്കുക ഇന്ധനത്തിന്, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂട്ടുക. അതേ സാഹചര്യം ഈ യുദ്ധം ഉണ്ടായപ്പോഴും നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അത് ആ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ പറ്റില്ല. അല്ല, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാണത് പിടിച്ചു നിർത്തിയത്? അപ്പോൾ ആ പ്രശ്നം, അപ്പോൾ ഡെയിലി എണ്ണ കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം സഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശദീകരണം വരുന്നത്. ആ നെറേറ്റീവാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏത് ഡിസിഷനും, ഏത് വിലക്കയറ്റവും, ഏത് പെട്രോളിൻ്റെ ഡീസലിൻ്റെ എന്തിൻ്റെയും വിലക്കയറ്റം മാറ്റിവെക്കാമെന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ അത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ റോബസ്റ്റിക് വരുമാന ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് വിപണിയിൽ വില വർദ്ധിക്കാത്ത വിധത്തിൽ ഒരു ടാക്സ് ഇളവ് കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയാതിരിക്കുന്നത്? അപ്പോൾ പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, $106 ഇന്ന് ക്രൂഡിൻ്റെ വില നിൽക്കുന്നത്. 10 വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ് UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് $150 അടുത്തേക്ക് പോയിട്ടുണ്ട് വില. അന്നൊന്നും ഇല്ലാത്തൊരു വിലക്കയറ്റമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തിയില്ല. ഇത് പാസ് ഓൺ ചെയ്യുക, അത് ഈസി ആയിട്ടുള്ളൊരു മാർഗമാണ്. ഏത് വിലക്കയറ്റവും എന്തുണ്ടായാലും ജനങ്ങളുടെ പെടലിയിലേക്ക് വെക്കുക എന്നുള്ളത് ദ ഈസിയസ്റ്റ് വേ ആണ്. അപ്പോൾ പിന്നെ ഒരു തിങ്കിങ് വേണ്ട, ഒരു പ്ലാനിങ് വേണ്ട, ഒരു എക്കണോമിക്സിൻ്റെയും ഒരു ആരുടെയും ഒരു സേവനം ഒന്നും അവിടെ, ഒരു ആലോചനയും വേണ്ട, ഒന്നും വേണ്ട. ഈസിയസ്റ്റ് ഷോർട്ടസ്റ്റ് വേയിലൂടെ ഗവൺമെൻറ് സഞ്ചരിക്കുന്നു ജനങ്ങളുടെ തലയിലേക്ക്. അവിടെ ക്രൂഡിൻ്റെ വില കൂടി, ഞങ്ങളിതേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങളുടെ തലയിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. ഞാനിവിടെ അക്ഷയ തന്നെ പറഞ്ഞല്ലോ, 8% മുകളിലേക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വന്നു എന്ന് ഇൻട്രോയിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ വിലക്കയറ്റത്തിൻ്റെ തോതിന് എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഡീസലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചരക്കൂലി ഉയർത്താതിരിക്കാൻ ലോറി ഉടമകളോട് പറയാൻ പറ്റില്ല. അവർക്ക് മുന്നോട്ട് പോകണ്ടേ? ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വില കൂടിയപ്പോൾ ഹോട്ടൽ ഉടമകളോട് ചായയുടെയും കടിയുടെയും ഊണിൻ്റെയും ഒന്നും വില വർദ്ധിപ്പിക്കരുതെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അവരെങ്ങനെ അത് മുമ്പോട്ട് പോകും? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചരക്ക് കടത്തുകൂലി വർദ്ധിപ്പിക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളുടെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കാൻ പോവുകയാണ്. ഈ അങ്ങനെ ഒരു വിലവർധന സാഹചര്യം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സൃഷ്ടിച്ചു കൊടുക്കുന്നതെന്നാണ് ഇതിന് പരിഹാരം കാണുന്നത്? ജനങ്ങളുടെ മേൽ എല്ലാ ഭാരവും അടിച്ചേൽപ്പിച്ചുകൊണ്ടാണോ ഒരു ഭരണകൂടം പരിഹാരം കാണേണ്ടതെന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ കോവിഡ് കാലത്ത് സംസാരിക്കാൻ തുടങ്ങിയതാണ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അന്ന് ഈ UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വിലയും രാജ്യത്തുണ്ടായിരുന്ന ഇന്ധന വിലയും ഒക്കെ നമ്മൾ അന്ന് തുടങ്ങി താരതമ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് പോസ്റ്റ് കോവിഡ് കാലം എത്തുമ്പോൾ രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യവും ബുദ്ധിമുട്ടുകളും ഓരോരുത്തരും സാധാരണക്കാർ ഉൾപ്പെടെ നേരിടുന്നത് അതിഭീകരമാണ്. ആ സമയത്ത് വീണ്ടും വിലക്കയറ്റം ഇങ്ങനെ അടിച്ചേൽക്കാണ്. ശ്രീ ആദികേശവൻ, നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലിപ്പോൾ ഈ നികുതി സാധാരണക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക്
പോസ്റ്റ് കോവിഡ് കാലമാണ്. അതായത് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, തകർച്ചയൊക്കെ അറിയാം. അതിൽ നിന്നും എല്ലാവരും സാധാരണ ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രോഫിറ്റ് നേടുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ, എല്ലാവരും അതിൽ നമുക്ക് അതിജീവിച്ച് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ സർക്കാർ അതിനൊക്കെ കൈത്താങ്ങാകുന്നതിന് പകരം ഇങ്ങനെ നികുതി അടിച്ചേൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സർക്കാരിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം അങ്ങയോടുകൂടിയാണ്. അക്ഷയ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. അതായത് രത്നച്ചുരുക്കം ഈ വർധനവല്ലാതെ വേറെ നടപടികളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതൊരു സാമ്പത്തിക വാദമാണോ ശാസ്ത്രമാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ശരിക്കും ഒരു സംവാദം എന്നുള്ളതിലേക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മളിപ്പം ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഈ 3 രൂപ പെട്രോൾ ഡീസൽ പ്രൈസിനെ കുറിച്ചാണ് ആത്യന്തികമായി. ഇതിന് മുമ്പുണ്ടായ കമേഴ്ഷ്യൽ ഈ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും പെട്ടെന്നൊരു 900 അല്ലെങ്കിൽ 1000 രൂപ വില വർദ്ധിപ്പിച്ചു. തീർച്ചയായിട്ടും അന്ന് ഈ ചർച്ചയിൽ ഇതേമാതിരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇപ്പോഴും ഇവർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് കുറേ അടച്ചിട്ടിരുന്നു. അതിൻ്റെ പ്രതിഷേധം വന്നു. ഇനിയും വേണമെങ്കിൽ ഗവൺമെൻറ് അത് കുറയ്ക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കണം. പക്ഷെ അക്ഷയ, ഇത് ഒരു കാഴ്ചപ്പാടിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ പ്രശ്നം അല്ല. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? ഇപ്പോൾ ഈ 3 രൂപ പോലും വർദ്ധിപ്പിക്കാൻ പാടില്ല. ജനങ്ങളുടെ മേല് ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിലെന്താണ് സാമ്പത്തിക ശാസ്ത്രം, അതിലെന്താണ് സാമ്പത്തിക വൈദഗ്ധ്യം എന്നല്ലേ ചോദിച്ചത്? കാരണം ഇവിടെ അക്ഷയ, നമ്മുടെ LDF ഗവൺമെൻറ്, ഞാൻ ഈ ഗവൺമെൻറ്റുകളുമായിട്ടുള്ള താരതമ്യം നടത്താനേ ഉദ്ദേശിച്ചില്ല. പറഞ്ഞതുകൊണ്ട് 2023 സംസ്ഥാന ഗവൺമെൻറ് ഈ വിലവർധനയൊന്നുമില്ലാതെ 2 രൂപ സെസ് ഏർപ്പെടുത്തിയില്ലേ പെട്രോളിനും ഡീസലിനും? ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെൻറ്, പാവപ്പെട്ടവൻ്റെ കാര്യം ഉയർത്തിക്കാണിക്കുന്ന ഗവൺമെൻറ്. ഈ പറഞ്ഞ വാദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 രൂപ കൂട്ടുന്നതിൽ എന്താണ് വലിയ സാമ്പത്തിക ശാസ്ത്രം? നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി, ഇടതുപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ, പാവപ്പെട്ടവൻ്റെ പടയാളന്മാർ എന്ത് മറുപടിയാണെന്ന് പറഞ്ഞത് 2 രൂപ കൂട്ടാൻ വേണ്ടി? അപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ എനിക്ക് അനുയോജ്യമല്ലാതെ തോന്നുന്നത്, ഇതല്ലാതെ വേറെ പോംവഴിയില്ല എന്നുള്ളത് ഒരു വരട്ടുവാദമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. ഇപ്പം 3 രൂപ കൂട്ടിയത് ഇനിയിപ്പോൾ കൂട്ടുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് 10-15 രൂപ കൂട്ടുന്നതിനെ ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നേയില്ല. മറ്റു പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെക്കുറിച്ച് എന്തായാലും സമയം പരിമിതമായതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. മറ്റ് പല മാർഗങ്ങളും നമ്മൾ ആലോചിക്കണം. വെൽത്ത് ടാക്സ് അടക്കം, കാരണം വെൽത്ത് ടാക്സ് നമ്മൾ അബോളിഷ് ചെയ്തു ഇന്ത്യയിൽ. അപ്പോൾ ആ മാതിരി ചർച്ചകളൊക്കെ ആവാം. പക്ഷേ ഇതിന് ഇതൊരു സാമ്പത്തിക ശാസ്ത്രമല്ല, സാമ്പത്തിക ശാസ്ത്രവാദവുമല്ല എന്നൊക്കെ പറയുന്നുള്ളവരോട് ഞാനിപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് കിട്ടിയതാണ്. അതായത് പാർലമെൻറ്റിൽ പറഞ്ഞ ഒരു കണക്ക്, UPA ഗവൺമെൻറ് കാലത്ത് പെട്രോൾ ഡീസൽ പ്രൈസിൻ്റെ വർധനവും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള വർധനവും താരതമ്യപ്പെടുത്തി പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത ഫിഗേഴ്സ്, UPA ഗവൺമെൻറ് കാലത്ത് പെട്രോൾ പ്രൈസ് 37 നിന്നും 72 ആയി, ഏകദേശം ഡബിൾ. ഡീസലും അതുപോലെ ഡബിൾ ചെയ്തു. ഞാൻ ഈ കണക്ക് പറയാനേ ഉദ്ദേശിച്ചില്ല. അതേസമയം ഈ 2014 വന്ന ഗവൺമെൻറ് കാലഘട്ടത്തിൽ എന്തായാലും അത്ര കണ്ടുള്ള വർധനവ് വന്നിട്ടില്ല. കൂടാതെ ഞാൻ പറഞ്ഞ ഈ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ ഭരിച്ച സംസ്ഥാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ 2 രൂപയ്ക്കും മറുപടി പറയണമല്ലോ. അന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള വില വർധന ഉണ്ടായിട്ടാണോ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് 2 രൂപ പെട്രോളിന് വർദ്ധിപ്പിച്ചത്, 2 രൂപ ഡീസലിന് വർദ്ധിപ്പിച്ചത്? ഇന്ന് ലോകമാകമാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, UAE അടക്കം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഈ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു പക്ഷത്ത് ചേർന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സാമ്പത്തിക ശാസ്ത്രം അറിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ അമേരിക്കയിൽ വില കൂടിയത്, UAE വില കൂടിയത്, UK, ചൈന വരെ ഈ വർധനവ് ഒരു പരിധിവരെ വരുത്തിയിട്ടുണ്ട്. എൻ്റെ സബ്മിഷൻ അക്ഷയ, ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത നടുവൊടിക്കുന്ന ഒരു ഭാരമായിട്ട് തീർച്ചയായിട്ടും പാടില്ല.
അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വേറൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, ധനക്കമ്മി കൂടും. ഇതിൻ്റെ ഒരു ഭാഗം സർക്കാർ തന്നെ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് കേന്ദ്ര സർക്കാർ തന്നെ ഈ വർധനവ് തീർത്തും ഒഴിവാക്കിക്കൊണ്ട് കംപ്ലീറ്റ് വർധനവും സർക്കാർ തന്നെ വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ധനക്കമ്മി കൂടും, അതിൻ്റെ തോത് കൂടും. എൻ്റെ പക്ഷം ചെറുതായിട്ടുള്ള വർധനവ്, ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള വർധനവ് തെറ്റായി ഞാൻ കാണുന്നില്ല. വലിയ വർധനം ഉണ്ടാകാൻ പാടില്ല. വലിയ വർധനം ഉണ്ടാകുന്നതിനുള്ള പ്രതിവിധി ധനക്കമ്മി കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. ധനക്കമ്മി കൂടുന്നതുകൊണ്ട് ഒരു ദോഷവും ഞാൻ കാണുന്നില്ല. വേറൊരു ചർച്ചയിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ധനക്കമ്മി ഇന്ന് 4.5% GDP-യുടെ 4% നിൽക്കുന്നുണ്ടെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് 9.2 ഇതിൻ്റെ ഡബിളായിരുന്നു. അന്നും പ്രത്യേകിച്ചുള്ള പ്രത്യാഘാതങ്ങൾ, എന്തെങ്കിലും നെഗറ്റീവ് ഇഫക്ട്സ് ധനക്കമ്മി 9 ഉയർത്തിയത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം ചെറിയ തോതിലുള്ള വിലക്കയറ്റം പാസ് ഓൺ ചെയ്യാതെ നിർവാഹമില്ല. അതിനുള്ള വേറൊരു കാരണം കൂടി അക്ഷയ ഞാൻ പറയാം. അതായത് ഉപഭോഗത്തിൻ്റെ തോത് പലപ്പോഴും താങ്ങാവുന്ന ആൾക്കാർ അവരുടെ ഉപഭോഗം കുറയ്ക്കുകയില്ല, താങ്ങാൻ പറ്റാത്ത ആൾക്കാർ ആ ഉപഭോഗം കുറച്ചെങ്കിലും കുറയ്ക്കും. കാരണം ഈ വസ്തു നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തീർത്തും ഒരു വിലവർധനയും ഇല്ലാതെ ലോകത്തിലെ ഒരു രാജ്യത്തിനും, ചൈന അടക്കം ഒരു രാജ്യത്തിനും ഇതിനെ നേരിടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള കണക്കും അങ്ങനെ പറയുന്നില്ല. നാമമാത്രമായ ചെറുതായ ഇതേപോലത്തെ വിലക്കയറ്റത്തിനെ ഊതി വീർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ വലുതായിട്ട് കാണിക്കരുത്, വലുതായിട്ട് ചർച്ച ചെയ്യരുത്. അക്ഷയോടുള്ള എനിക്ക് ഒരു ചോദ്യം, ആദ്യം നമ്മൾ വിഷ്വൽ കാണിച്ചല്ലോ മാതൃഭൂമിയിൽ, ആ വിഷ്വൽ ഇന്നത്തേതാണോ അല്ലെങ്കിൽ ഇന്നലത്തേതാണോ എന്നുള്ളത് നോക്കിയിട്ടൊന്ന് അക്ഷയ മറുപടി പറയണേ. അതായത് എത്രയോ പേര് ക്യൂ നിൽക്കുന്നു പെട്രോൾ അടിക്കാനായിട്ട്. ഇന്നത്തേതാണെങ്കിൽ ഈ 3 രൂപ വർധനവ് ആൾക്കാരെ എത്രത്തോളം, 3 രൂപ വർധനവിന് മുൻപ് ഉണ്ടാകുന്ന പ്രചാരണം വലിയ തോതിൽ ഉണ്ടായ സമയത്ത് ആളുകൾ പോയി ഇന്ധനം നിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് അതിൻ്റെ ഡേറ്റ്, ആ ഡേറ്റ് ആൻഡ് സ്ഥലം ഒന്ന് അയച്ചു തരണേ. കാരണം അക്ഷയ നമ്മുടെ മാധ്യമങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട പങ്ക്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഫയൽ പിക്ചർ എന്നിടാതെ അത് കാണിക്കുന്നതിലുള്ള ഒരു വിഷമം എനിക്കുണ്ട് സാധാരണക്കാരെന്നുള്ള. കാരണം ഇപ്പം നമ്മളെപ്പോലെ ഇതിനെക്കുറിച്ച് ഒരു പക്ഷം പിടിച്ചിട്ടല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ, ചെറിയ തോതിലുള്ള ഇതാവാം, വലിയ തോതിലുള്ള ഒരു വർധനവ് വരാൻ പാടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ചോദ്യം ചോദിക്കാൻ കാരണം, ഇന്നത്തെ ഒരു പ്രതിഭാസം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ കുറച്ചുകൂടി ഇരുത്തി ചിന്തിപ്പിക്കണം. അതിനുവേണ്ടി ചോദിച്ചെന്ന് മാത്രം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇങ്ങനത്തെ പിക്ചർ കാണിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഫയൽ പിക്ചർ എന്ന് കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അക്ഷയ. ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് നമ്മുടെ മാന്യ സുഹൃത്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കാരണം അതൊരു ടെക്നിക്കൽ ചർച്ചയിലേക്ക് പോകും. മാത്രമല്ല ഫയൽ പിക്ചർ എന്നുള്ളത് അത് ഫയൽ പിക്ചർ കാണിക്കുന്നതായിരിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പലയിടങ്ങളിലായിട്ട്, പല സംസ്ഥാനങ്ങളിലായിട്ട് ഇതുപോലെ തന്നെ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാനായി എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ ദൃശ്യങ്ങളല്ല നമ്മൾ കാണിക്കുന്നത് എന്നുള്ളതും അങ്ങയോട് ഞാൻ പറയുന്നു. ഞാൻ ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പം അദ്ദേഹം പറഞ്ഞത് UPA സർക്കാരിന്റെ കാലത്തായിരുന്നു വില വർധനം ഉണ്ടായത്. ആ സമയത്തുണ്ടായിരുന്ന വിലയിൽ നിന്നും അതായത് അത്രമാത്രം ഉയർന്നില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ അന്ന് വില വർധനം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഉയർന്നു വന്ന വില എത്രയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ വില വർധനവ് ഇത് ഒരുപക്ഷെ രാഷ്ട്രീയ വിഷയമെന്നപ്പുറത്തേക്ക് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇനിയിപ്പോഴത്തെ സർക്കാർ മറ്റു മാർഗങ്ങൾ, വർക്ക് ഫ്രം ഹോം അത് നടപ്പിലാക്കാൻ പോകുന്നു. എങ്ങനെയൊക്കെ ഇത് നമ്മുടെ സംവിധാനത്തെ ഇത് നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു, എങ്ങനെയൊക്കെ ഇനി ബാധിക്കും, എങ്ങനെയൊക്കെ നേരിടാനാകും? പക്ഷേ ഞാനിവിടെ ഇതിനെ ഒരു രീതിയിലും പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊളിറ്റിക്കലായിട്ട് നമുക്ക് പറയണമെങ്കിൽ ആ രീതിയിൽ പറയാം. കാരണം ഓരോ സർക്കാരിൻ്റെ കാലത്തും ചെയ്ത കാര്യങ്ങളും അന്നത്തെ വിലകളും ഒക്കെ താരതമ്യം ചെയ്ത് പൊളിറ്റിക്കലി പറയാം. പക്ഷേ പൊളിറ്റിക്കലല്ല ഞാൻ എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഇത്തരം നെഗറ്റീവുകളെ പിന്തുണയ്ക്കുന്നത് ഒരു അത്ര ഉചിതമായൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വിഷയം ഇപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ നിന്നത്, ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് അക്ഷയ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ജനങ്ങളെ എങ്ങനെ ബാധിക്കും ഇതൊക്കെയാണ്. അതിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്ഷയ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ
ആദ്യം തന്നെ നമ്മുടെ ഈ ബുള്ളറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു ഡോളറിൻ്റെ വിലയുടെ കാര്യത്തിൽ 95-നും 96-നും ഇടയിലുള്ളൊരു തോതിൽ ചാഞ്ചാടുകയാണ്. 100 രൂപ അത് മറികടക്കും എന്ന് പറയുന്നു. പണപ്പെരുപ്പത്തിൻ്റെ തോതിനെ കുറിച്ച് പറഞ്ഞു. ഈ നാനാവിധമായിട്ടുള്ള ഈ കാര്യങ്ങളെ കൂടുതൽ ഇവിടെ നമ്മൾ അതിന് തീയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഈ ഇന്ധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറയുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ വിലക്കയറ്റം ഉണ്ടായില്ലേ, UAE-യിൽ വില വർദ്ധിപ്പിച്ചില്ലേ, അമേരിക്കയിൽ വർദ്ധിപ്പിച്ചില്ലേ, ലോകത്തെ ഏത് രാജ്യത്താണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ നിയന്ത്രണം വേറെ പ്രഖ്യാപിച്ചിട്ടുള്ളത്? അക്ഷയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാമോ? ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ വർക്ക് ഫ്രം ഹോം ചെയ്യണം, നിങ്ങൾ പെട്രോൾ ഉപയോഗിക്കരുത്, സ്വർണം വാങ്ങരുത്, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുവന്നതൊന്ന് പറയാമോ? പറയാൻ കഴിയില്ല. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല നമ്മൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പണപ്പെരുപ്പത്തെയും വിലക്കയറ്റത്തെയും ഇന്ധന വിലയെയും അഡ്രസ്സ് ചെയ്യേണ്ടതും ചർച്ച ചെയ്യേണ്ടത്. അവിടെയാണത് പൊളിറ്റിക്കലായിട്ട് മാറുന്നത്. ഞാൻ എന്തായാലും ആ പൊളിറ്റിക്കൽ വശത്തേക്ക് ഞാൻ ഒരു വിധത്തിലും പോകുന്നില്ല. അത് വേറൊരു വിഷയമാണ്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇവിടെ ഗവൺമെൻറ് നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യം എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ കണക്കിലൊക്കെ പറയുന്നത് പോലെ ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യുക. അങ്ങനെ പാസ് ഓൺ ചെയ്യുമ്പോൾ വരുന്നുണ്ടാകുന്ന ദുരന്തമാണ് പറയുന്നത്. അതായത് എനർജി ഉൽപ്പന്നങ്ങളുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ വില കയറുക എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കൂടുക എന്നാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരുമാനം നിശ്ചലമായി നിൽക്കുന്നു. അതുപോലെ കമ്പനികളിൽ പലരും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഒറാക്കിളിൻ്റെ ഒരു വാർത്ത ഇന്ന് മീഡിയയിൽ വന്നു. ഒറാക്കിള് അവർ ഇത് ലെറ്റർ അയച്ചിട്ടില്ല, ഉദ്യോഗാർത്ഥികൾക്ക് ലെറ്റർ അയച്ചിട്ടുള്ളത്, ഓഫർ ലെറ്റർ അയച്ചിട്ടുള്ളത് IIT-യിൽ നിന്നും IIM-ൽ നിന്നൊക്കെ പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഓഫർ ലെറ്റർ അയച്ചത് പിൻവലിച്ചിരിക്കുന്നു. 80,000 പേരെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പല കമ്പനികളിലും വേതനം കുറയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റുകളും എല്ലാം പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ് എനർജി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് കമ്പനികൾ നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പാസ് ഓൺ ചെയ്തു പോകുന്നതാണ് ഒരു ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഗവൺമെൻറ് എന്തിനാണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ഗവേണൻസ്? എന്താണ് ഗവൺമെൻറ്? ഗവൺമെൻറ് എന്ന് പറയുന്ന ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവനേക്ക് കൂടുതൽ അമിത ഭാരം വരാതെ അവൻ്റെ ജീവിതം തകർന്നു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് മൗലികമായ ഉത്തരവാദിത്വവും കടമയും. അത് നിർവഹിക്കുന്നില്ല എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പറയുമ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, LDF-ൻ്റെ കാലത്ത് എന്തിന് 2 രൂപ കൂട്ടി? അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ രീതിയിലും റവന്യൂ ജനറേഷൻ്റെ കാര്യത്തിൽ, വരുമാനത്തിൻ്റെ കാര്യത്തിൽ റോബസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നൊരു ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും എണ്ണ കമ്പനികളുടെ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി എക്സൈസ് തീരുവ ഇളവ് ചെയ്യാം. അങ്ങനെ ഇളവ് ചെയ്യുമ്പോൾ ആ ഇളവ് ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യണമെന്നില്ല. അതായത് വില മാർക്കറ്റിൽ സ്ഥിരമായി നിലനിർത്താൻ കഴിയും. വിലക്കയറ്റം ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടാത്ത രീതിയിൽ മാർക്കറ്റിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ താൽക്കാലികമായിട്ടെങ്കിലും കഴിയും. പിന്നെ ഇവിടെ അക്ഷയ ആദ്യം തന്നെ നമ്മൾ കാണിച്ചൊരു കാര്യമുണ്ട്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നൊരു ഒരു പ്രതികരണം. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ വില താഴ്ന്നു വന്നപ്പോൾ, ഇപ്പോൾ നേരത്തെ അക്ഷയ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, $60 എണ്ണയുടെ ക്രൂഡിൻ്റെ വില. അന്ന് ആരാണ് വില കുറച്ചത്? അന്ന് എത്ര ജനങ്ങൾക്കാണ് ഏത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയാണ് വില കുറച്ച് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അവിടെ എന്താണ്, സ്വകാര്യ മേഖലയിലെ എണ്ണ കമ്പനികളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അതിനെ സർക്കാർ കമ്പനികളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ നഷ്ടം സഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ഏതെങ്കിലും ഗവൺമെൻറ്റിനെതിരായി, ഏതെങ്കിലും പാർട്ടിക്കെതിരായി എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു വസ്തുതയാണ്, അതാണ് സത്യം. അപ്പൊ ഗവൺമെന്റിന് പോലും 2 രൂപ സെസ് ആയിരുന്നെങ്കിൽ പോലും അന്നും ഇതുപോലെ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷ സർക്കാർ ഏർപ്പെടുത്തിയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിന് ജനങ്ങളുടെ ഭാഗത്ത് ന്യായീകരണം കിട്ടുകയോ മറ്റോ ചെയ്തു എന്നും കരുതുന്നില്ല. ഞാൻ അതിഥികളിലേക്ക് തിരികെ എത്താം. പ്രേക്ഷകർ കൂടി നമുക്കിപ്പം പ്രതികരണവുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് കരുണാകരനുണ്ട്. ശ്രീ കരുണാകരൻ, പറയൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ സാർ, ഈ ഇന്ധന വില നമ്മളിപ്പോ 2 രൂപ അല്ലെങ്കിൽ ചെറിയ വർധനവുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളെല്ലാം വിചാരിക്കും ആ ഇന്ധന വില മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളുടെ ജീവിതത്തിനെ സമഗ്രമായ തലത്തിൽ എല്ലാ തലത്തിലും ബാധിക്കുന്ന ഒരു രീതിയിലാണ് ഈ വിലവർധന ഉണ്ടാകുമ്പോൾ.
കാരണം ചരക്ക് ഗതാഗത മേഖലയിൽ ഉണ്ടാകുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ എല്ലാം വർധനവ് മൊത്തത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ 2 രൂപ വലിയൊരു വർധനമാണ് സ്വാഭാവികമായും വരാൻ പോകുന്നത്. ആ രീതിയിലുള്ള വരുമ്പോൾ ജനങ്ങളെ ജീവിതം ആകെ തകർന്നടിയാനുള്ള സാധ്യതയാണുള്ളത്. മാത്രമല്ല നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് കാറുകൾ ഒറ്റ ഒരു ഡ്രൈവർ മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുക. അതായത് കാറിന്റെ മുതലാളി മാത്രമാണോ പോകുന്നത്. അതിനകത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ജനങ്ങൾ മാറേണ്ട ഒരു കാലഘട്ടമാണിത്. ശരിക്കും ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടത്തി ശരിക്കും ഒരു 4-5 ആളുകൾക്ക് ഒരു കാറിൽ ആയിരക്കണക്കിന് കാറുകൾ ഒരു മുതലാളി മാത്രം ഓടിച്ചിട്ട് അല്ലെ അതിന്റെ ഡ്രൈവർ മാത്രം ഓടിച്ചിട്ട് പോകുന്ന ആ ഇന്ധന നഷ്ടം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ജനങ്ങൾ സ്വന്തമായിട്ട് വാഹനമുണ്ടോ? ചേട്ടന് വാഹനമുണ്ടോ? കാലത്തേക്കും ജനങ്ങൾ അതിലേക്ക് മാറി ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സ്ഥിതി സർക്കാരിന്റെ ഭാഗത്തും ബന്ധപ്പെട്ട സാമൂഹിക സംഘടനകളുടെ സാംസ്കാരിക മേഖലയിലും പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ അവരൊക്കെ ആ രീതിയിലേക്ക് സർവ്വമേഖലകളെയും ബാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, സർവ്വമേഖലകളെയും ബാധിക്കുമെന്നുള്ളത്. അത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് വാഹനങ്ങളുടെ പെരുപ്പം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അദ്ദേഹം അതൊരു പ്രശ്നവുമായി ചൂണ്ടിക്കാണിക്കുകയാണ്. പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന അല്ലെങ്കിൽ ജനജീവിതം പൂർണ്ണമായിട്ടും പിടിമുറുക്കുന്ന രീതിയിലേക്ക് അതിനെ ഏതെങ്കിലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണോ ഇതിനൊക്കെ ഒരു സർക്കാർ നേരിടേണ്ടത് എന്നുള്ളത് തന്നെ ഒരു ചോദ്യമായി വരുന്നു. ശ്രീ ആദികേശവൻ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മറ്റു പോം വഴിയില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മുടെ നയങ്ങൾ നമ്മൾ സ്വീകരിച്ച US തിട്ടൂരം അനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതനുസരിച്ച് ഇന്ത്യ ഭരിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നിലപാടെടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ബദൽ മാർഗങ്ങൾ തേടി പോകുമ്പോൾ അതിനു മുൻപേ നമ്മൾ ഇതിനൊക്കെ പകരവും അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്ര വലിയ ബുദ്ധിമുട്ടിലേക്ക് രാജ്യം കടക്കുമായിരുന്നു. അക്ഷയ, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, അതായത് രാഷ്ട്രീയപരമായിട്ട് ഉള്ള ചർച്ചയിലേക്ക് ഇടപെടാനായിട്ട് ഇഷ്ടമില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് പൂർണ്ണമായിട്ടും വിലക്കയറ്റം എന്താണോ ഉണ്ടാവുന്നത് അത് അതേപടി അതേ സമയത്തിൽ ഉപഭോക്താക്കളുടെ പുറത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് തെറ്റായ സമീപനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഫെബ്രുവരി 28-നാണല്ലോ ഈ യുദ്ധം തുടങ്ങിയത്. ഫെബ്രുവരി 28 കഴിഞ്ഞ് ആദ്യമായിട്ടുള്ള പെട്രോൾ ഡീസൽ മറ്റേ കമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ കാര്യം പ്രത്യേകിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് ഇന്നിപ്പോൾ മെയ് 15 45 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു വർധനവ് വരുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വസ്തുനിഷ്ഠമായി നോക്കിയാൽ എന്താണ് ഗവൺമെൻറ് കണക്കാക്കിയിട്ടുണ്ടാവുക? കഴിയുന്നതും ഇത് പാസ് ഓൺ ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ ഉള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ LPG സിലിണ്ടർ എൻ്റെ വീട്ടിൽ മുഴുവൻ വില കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നുണ്ട്. ഇത് കണ്ടിരിക്കുന്ന ആൾക്കാരും പങ്കെടുക്കുന്ന ആൾക്കാരും ഒക്കെ മേടിക്കും. LPG സിലിണ്ടറിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത് പെട്രോൾ ഡീസലിൻ്റെ പരമാവധി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇതെല്ലാം ഗവൺമെൻറ് ഓൺഡ്, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന കമ്പനികൾ ഒരു ദിവസം 1000 കോടി നഷ്ടം സഹിക്കുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്. എന്തായാലും ആ കണക്ക് ഇപ്പം 800 കോടി ആവട്ടെ 1200 കോടി ആവട്ടെ പ്രശ്നമല്ല. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ധനവില കൂടുതലായിരുന്നു. അത് കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് അവർ നേടിയിട്ടുള്ളൊരു വലിയ ലാഭം ഉണ്ടല്ലോ. ആ ലാഭം വെച്ച് ഇപ്പോൾ ഈ നഷ്ടം മറയ്ക്കാൻ പറ്റുന്നതല്ലേ? പിന്നെ അങ്ങ് പറഞ്ഞല്ലോ LPG ക്ഷാമത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LPGയുടെ ലഭ്യത അത് വലിയ തോതിൽ തന്നെ ഇപ്പോഴും ബാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെറിയ സിലിണ്ടർ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് ചെറിയ സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്, ചോട്ടു സിലിണ്ടർ. അതൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അല്ല, LPGs ഞാൻ ഹൗസ് ഹോൾഡ്, അതായത് ഗ്യാസ് കണക്ഷൻ മറ്റേ വീട്ടിലേക്ക് എത്തുന്ന ഗ്യാസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കമേഴ്ഷ്യലും അത് കൂടാതെ ഇപ്പോൾ 5 കിലോ സിലിണ്ടർ എന്നാണ് തേപ്പുകാരൊക്കെ ഉപയോഗിക്കുന്ന സിലിണ്ടർ, അതിൻ്റെ ലഭ്യത ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ എനർജി ഏജൻസി
ഈ ഒരു ഹിസ്റ്റോറിക്കായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് എന്നുള്ളതൊരു വീക്ഷണം. അതിനകൻസായിട്ട് ഇതിനു മുമ്പ് പലതും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ ഹാൻഡിൽ ചെയ്തില്ലേ എന്നുള്ളതൊക്കെ ഞാൻ ആ ചോദ്യങ്ങളുടെ പ്രസക്തിയൊന്നും നിഷേധിക്കുന്നേയില്ല. പക്ഷെ ഇന്ന് സർക്കാരിൻ്റെ സ്ഥിതി, കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരുകളാവട്ടെ, എല്ലാവരും കടം മേടിച്ചാണ്, ധനക്കമ്മി കൊണ്ടാണ് ബഡ്ജറ്റും ഗവൺമെൻറ് ചെലവൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ പൂർണ്ണമായിട്ടും ഈ വിലക്കുറവ് സർക്കാരിന് ഏറ്റെടുക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ആ സ്ഥിതി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ മിക്കവാറും നമ്മൾ നോക്കുന്ന ഒരു സർക്കാരുകൾക്കുമില്ല. അപ്പോൾ എന്താണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായി നമ്മുടെ മുമ്പിൽ എടുക്കാവുന്ന നടപടി ഏറ്റവും കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് അധികം ബാധ്യത രണ്ട് പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രേമചന്ദ്രൻ നായർ കടക്കാവൂരിൽ നിന്നാണ്, ഒപ്പം തന്നെ ചന്ദ്രൻ പേയാടിൽ നിന്നുണ്ട്. ആദ്യം ശ്രീ പ്രേമചന്ദ്രനിലേക്കാണ്. ശ്രീ പ്രേമചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാമോ ശ്രീ പ്രേമചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ഇപ്പോഴത്തെ ഇന്ധനക്ഷാമവും വിലവർധനവും സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഏത് രീതിയിൽ നോക്കിയാൽ ഇന്നിപ്പം ഹോട്ടലുകൾ അടച്ചിടുന്നെന്ന് പറയുന്നത് ഗ്യാസിന്റെ ക്ഷാമം, അതുപോലെ തന്നെ ഈ വിലവർധനം എന്ന് പറയുന്നത് ഈ അവർ കച്ചവടക്കാർക്ക് തോന്നിയ മാതിരിയാണ് വിലവർധനവ്. അവർക്ക് ഇഷ്ടം പോലെ അവർ സർക്കാരിന്റെ അനുവാദം എല്ലാം വില കൂട്ടിക്കൊണ്ടിരിക്കണം. അത് ഈ രീതിയിൽ പോയാൽ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അത് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടി അതിനനുസരിച്ചുള്ളൊരു ബുദ്ധിമുട്ട് ഇനി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഇതിൽ നിന്ന് സാധാരണക്കാരന് കരകയറാൻ പറ്റത്തുള്ളൂ. ശരി ശരി. ഞാൻ ഇപ്പോൾ പേയാടിൽ നിന്ന് ചന്ദ്രൻ നായർ കൂടിയുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, പറഞ്ഞോളൂ. മാഡം, അതായത് പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കകത്ത് ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴാണ് കൂടിയത്. ഈ 3 രൂപ വീതം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എങ്ങനെയെങ്കിലും കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എങ്കിൽ തന്നെയും നമ്മളെ ഡൈസിലിരുന്ന് പറയുന്നവരനുസരിച്ച് ഒരു രാജ്യത്തിനും എന്താണെന്ന് വെച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു സൗജന്യം ചെയ്തു കൊടുത്താൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ആ സ്ഥിതിക്ക് എന്താണെന്ന് വെച്ചാൽ ഉപഭോക്താവ് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് വഹിക്കേണ്ടി വരും. അതിനെന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ദുരുപയോഗം, അതായത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ, അതുകൂടാതെ തന്നെ സ്റ്റേറ്റ് പോലീസിനും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2-3 കിലോമീറ്റർ ചുറ്റിക്കുന്ന അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മളെ സിഗ്നൽ ലൈറ്റുകളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്താ വെച്ചാൽ മനസ്സിലായില്ല സമയം കുറയ്ക്കുകയോ ചെയ്തിട്ട് ജനങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ സഹകരിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സബ്സിഡി വരണമെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും നിലവിൽ കടത്തിലാണെന്ന് മനസ്സിലായി. അപ്പൊ അത് കാരണം കൊണ്ട് ജനങ്ങൾ തന്നെ സഹകരിച്ച് സഹിച്ചാലേ പറ്റുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാഡം, അങ്ങ് ഇത് സഹിക്കാൻ തുടങ്ങിയോ? അങ്ങ് അതിനോടൊക്കെ സഹകരിക്കാൻ തുടങ്ങിയോ? അതല്ലാതെ മറ്റു മാർഗമില്ല. എന്നുവെച്ചാൽ ഞാൻ പ്രതികരിച്ചു നോക്കി. അതായത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഈ 3, അതായത് സെൻട്രൽ ഗവൺമെന്റ് 2 രൂപയും 1 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റും. പക്ഷെ ഈ 2 പേരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കടക്കണിയിലാണ്. ഇപ്പൊ സ്റ്റേറ്റിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ ഒരു ആളോഹരി കടത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സഹിക്കണം എന്ന് പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഒരു സീനിയർ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വായിച്ചും കേട്ടും ഇപ്പൊ നിങ്ങളുടെ ഈ ഇതിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. അതായത് ഗവൺമെന്റുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സബ്സിഡി തന്ന് നമ്മളെ സഹായിക്കാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങൾ വിദഗ്ധരായ ആൾക്കാർ പറയുന്നുണ്ട്. അതാണ് അങ്ങ് പറയുന്ന ഒരു കാര്യം നമുക്ക് എടുക്കാൻ. സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് മുൻപിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ നമ്മൾ അത് അനുസരിക്കാൻ അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ ഒക്കെ അതിലേക്ക് നമ്മളെ സ്വയം നമ്മൾ ചുരുക്കാനൊക്കെ നമ്മൾ നിർബന്ധിതരാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.